കാര്യങ്ങളുടെ എല്ലാ വശവും പഠിക്കാതെ ഒരു തീരുമാനം പറയാൻ പറ്റില്ല. പഠിക്കാം, നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്ന് പഠിക്കാം. അതിന് തന്നെയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. എക്സ്ക്യൂസ് മീ മിസ്റ്റർ ചന്ദ്രാസ്, നിങ്ങളെ സസ്പെൻഷനിലേക്ക് നയിച്ച കാര്യങ്ങൾ ഒന്ന് വിശദീകരിച്ച് ജനങ്ങൾ കൂടെ അറിയട്ടെ. വേണ്ട സർ, പ്ലീസ്. ഈ രാത്രി തന്നെ പാർട്ടിയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി വിളിച്ചു കൂട്ടിയതിന്റെ പ്രാധാന്യം എന്താണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. നാളെ നേരം വെളുത്ത പത്രങ്ങൾ മുഴുവൻ നമ്മളെ നാറ്റിക്കും. പ്രതിപക്ഷത്തിന്റെ മറ്റേ ഗ്രൂപ്പുകാരുടെയും കുതന്ത്രങ്ങളാണെന്ന് പറഞ്ഞാൽ ചെലവാകുകയില്ല. പുതിയ നീക്കുപോക്ക് എന്തെങ്കിലും കണ്ടെത്തണം ഈ രാത്രി തന്നെ. ഇല്ലെങ്കിൽ നാളെ മന്ത്രിസഭ ഉണ്ടാവില്ല. അടുത്ത ഇലക്ഷൻ നമ്മൾ ജയിക്കാനും പോകുന്നില്ല. പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത്. കേളുറൈറ്ററുടെയും CM-ന്റെയും വിഴുപ്പ് ഞങ്ങളൊക്കെ ചേർന്ന് അലക്കേണ്ട ഗതികേടാണ് ഇപ്പൊ വന്നിരിക്കുന്നത്. മയക്കുമരുന്നിന്റെ ലാഭമൊക്കെ എടുത്ത് ഞണ്ണിയവര് തന്നെ പ്രശ്നം പരിഹരിക്കേ. കേശവ, പരസ്പരം ചെളിവാരി എറിയാനുള്ള സമയമല്ലിത്. പറയാതെ എങ്ങനെ എത്തിക്കാറെ? ചന്തക്കാട് വിഷ്ണുമായി ശത്രുതയുള്ളത് പാർട്ടിക്കല്ല, കേളുറൈറ്റർക്ക. ഇയാൾ തന്നെ പറഞ്ഞിട്ടല്ലേ പാണ്ടി നാട്ടിലെങ്ങാണ്ട് കറങ്ങി നടന്നിരുന്ന ഇയാളുടെ മരുമകനെ ഇവിടെ പോലീസ് കമ്മീഷണറായിട്ട് പ്രതിഷ്ഠിച്ചത്. പ്രതിപക്ഷത്തിന്റെയോ മറ്റേ ഗ്രൂപ്പുകാരുടെയോ കാശ് വാങ്ങിച്ചോണ്ട് റൈറ്റർ മന്ത്രിസഭയെയും പാർട്ടിയെയും ചതിക്കുകയായിരുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാമോ?